ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ. ഇന്ന് ചെറിയ ഉള്ളി തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിൽ ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ പിന്നെ സവാള കൊണ്ട് നമുക്കൊരു അടിപൊളി തീയലുണ്ടാക്കി നോക്കാം കേട്ടോ. സവാള കഴിച്ചാൽ ശരീരത്തിന് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു കേട്ടോ. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കൂടി സഹായിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. മുറിക്കുന്ന സമയത്ത് നമുക്ക് ആ കേടായ ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റാം കേട്ടോ. കഴുകിയെടുത്ത് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ചിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 3-4 പച്ചമുളക് ക്ലീൻ ചെയ്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പുളിവെള്ളം വേണം. പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മൂടി നന്നായിട്ട് അടച്ചു കൊടുത്തിട്ട് ഒരു 5 വിസിൽ വേണം. ഇത് എളുപ്പമൊന്നും വേഗില്ല. അപ്പോൾ നമുക്കൊരു 5 എണ്ണമെങ്കിലും മിനിമം വേണ്ടി വരും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് റെഡിയാകാൻ വേണ്ടി വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പച്ച തേങ്ങയല്ല കേട്ടോ, തേങ്ങാപ്പൊടിയാണ്. ആവശ്യത്തിനുള്ള 1 കപ്പോളം തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പൊടി നമ്മൾ വറക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം നമുക്കത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ എളുപ്പം അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉണക്കത്തേങ്ങ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല, പച്ചത്തേങ്ങ വേണമെങ്കിലും എടുക്കാം. പച്ചത്തേങ്ങ കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്രൗൺ കളർ ലൈറ്റായിട്ട് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് വേണ്ട മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. അതിന് നിങ്ങൾക്ക് എത്രയാണ് അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഫ്ലെയിം കുറച്ച് വച്ചിട്ട് വേണം. ഏകദേശം 1-1.5 മിനിറ്റോളം ആ കളറെല്ലാം മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കൂട്ടാനേ പാടില്ല. നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇവിടെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്ക് അത് ഉള്ളി വെന്തോ എന്ന് നോക്കാം കേട്ടോ. അതിൻ്റെ അടപ്പ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ലൈറ്റായിട്ട് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്ന ഗ്രേവി അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അധികം തിള വരേണ്ട ആവശ്യമില്ല. ഒരു തിള മാത്രം വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയായിരിക്കും കേട്ടോ. എത്രയാണോ വെള്ളം വേണ്ട ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഇവിടെ തിള വന്നിട്ടുണ്ട്. തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. എല്ലാം കൂടി മൂപ്പിച്ച് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറിയുടെ മേലെ താളിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പൊക്കെ അടിച്ച് ലൈക്കൊക്കെ അടിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.